إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. يا أيها الأخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധത്തോടുകൂടി അമലുകളെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങണമെന്ന് ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, ആ ഫോണുകളൊന്ന് സൈലൻ്റ് ആക്കുക. നമ്മൾ ജുമഅ വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ടാണ്. റസൂലുള്ളാഹിയാണ് നമ്മുടെ ജീവൻ, റസൂലുള്ളാഹിയാണ് നമുക്ക് ആർജവം, റസൂലുള്ളാഹിയാണ് നമ്മുടെ ഊർജം, റസൂലുള്ളാഹിയുടെ ദീനാണ് നമ്മൾ പാലിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ടാണ് ജുമഅക്ക് നമ്മൾ നേരത്തെ എത്തിയത്. വേറെ കുറേ ചുറ്റുപാടുകൾ നമുക്കുണ്ട്. എന്നിട്ടും ഇവിടെ വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റിയത് കൊണ്ടാണ്. ആ റസൂലുള്ളാഹിയെ അള്ളാഹു എങ്ങനെയൊക്കെയാണ് ആദരിച്ചത് ഒരുപാട് അറിയുന്നവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൽ അമ്പിയാക്കന്മാർ റസൂലുള്ളാഹിയുടെ പിന്നാലെയായിരിക്കും ഉണ്ടാവുക എന്നാണ്. ഖാത്തമുൻ നബിയ്യീൻ എന്നാണ് ഖുർആൻ വിളിച്ചത്. അവസാനത്തെ പ്രവാചകൻ എന്നാണ്. നബിയും റസൂലും തമ്മിൽ മാറ്റമുണ്ട്. ആദം നബി അലൈഹിസ്സലാം ആദ്യത്തെ നബിയാണ്, ആദ്യത്തെ മനുഷ്യനാണ്, ആദ്യത്തെ പിതാവാണ്. പക്ഷെ ആദ്യത്തെ റസൂലല്ല. എന്ന് പറഞ്ഞാൽ വഹി നൽകപ്പെടുന്നതിന് പുറമെ ഗ്രന്ഥം നൽകപ്പെട്ടുകൊണ്ട് ബഹുമാനിച്ച ഒരുപാട് പ്രവാചകന്മാർ. അവനാണ് റസൂൽ, പ്രവാചകർ എന്നറിയപ്പെടുക. ബാക്കിയുള്ളവർ നബിമാരാണ്. അതോടൊപ്പം തന്നെ അവരിൽ
പ്രാധാന്യം കൽപ്പിച്ചവരാണ് ഉലുൽ അസ്ം എന്ന് പറഞ്ഞാൽ മനക്കരുത്തുള്ള പ്രവാചകന്മാർ. അത് 5 പേര് മാത്രമാണ്. അവരിലും സെലക്ട് ചെയ്യപ്പെട്ടയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ദാവൂദ് നബിയുടെയും സ്വഭാവം എന്നിൽ ഒന്നിച്ചു ചേർന്നിട്ടുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർക്കൊക്കെ ഉണ്ടായ പരീക്ഷണങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഖുർആനും ഹദീസും ചരിത്രങ്ങളും നമുക്ക് പഠിപ്പിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നും പഠിപ്പിച്ചു. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ വതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം തുടങ്ങിയിടത്തേക്ക് തന്നെ എത്തുമെന്നാണ്. ഇസ്ലാം തുടങ്ങിയിടത്തേക്ക് തന്നെ എത്തും. വസയഊദു കമാ ബദഅ. അപ്പോ ഇസ്ലാം എങ്ങനെയാ തുടങ്ങിയത്? ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഒരു അപരിചിതമായ അവസ്ഥയിലായിരുന്നു തുടങ്ങിയത്. എന്താണ് അപരിചിത്വം എന്ന് പറഞ്ഞാൽ? ഈ പള്ളിയിൽ മിക്കവാറും നമ്മൾ പരിചയക്കാരാണ്. തീരെ അറിയാത്ത ഒരാൾ പെട്ടെന്ന് ഈ പള്ളിയിൽ കയറിയാൽ അത് നേരെ വന്ന് ഈ മുന്നിലെ മൂലയിൽ ഇരുന്നാൽ എല്ലാവരും അദ്ദേഹത്തെ നോക്കും. എന്തുകൊണ്ടാ? ഇതാരാന്നറിയില്ല അല്ലെ? അപരിചിത്വം അതൊരു ഘടകമാണ്. അപ്പൊ ഇസ്ലാം അപരിചിത്വത്തിലേക്ക് കൃത്യമായി പോകുമെന്നാണ്. അങ്ങനെ എന്താണ്, എങ്ങനെയാണ്, ഏത് കോലത്തിലാണ് എന്ന് സംശയിക്കപ്പെടുന്ന രൂപത്തിൽ നേരെക്കുറെ ചില സ്ഥലത്തൊക്കെ അങ്ങനെയില്ലേ? പേരിന്റെ പേരിൽ ഭീകരത സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് അല്ലേ? ബദഅൽ ഇസ്ലാമു ഗരീബ. ആ ഇസ്ലാം ആ അപരിചിത കാലഘട്ടത്തിൽ അതിനെ അതിജയിക്കുന്നവർ, നമ്മളൊന്നിനില്ല കേട്ടോ ഞാൻ പോവാണ് എന്ന് പറയുന്നവരല്ല, മറിച്ച് ആ അപരിചിത അവസ്ഥയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവഗണനകളും അവഹേളനങ്ങളും പ്രശ്നങ്ങളും എതിർപ്പുകളും കുത്തുവാക്കുകളും അസഹിഷ്ണുതകളും ഉണ്ടാകുമ്പോൾ അതിനെ അതിജയിക്കാൻ ശ്രമിക്കുന്നവർ സ്വഭാവത്തിലൂടെ, ആരാധനയിലൂടെ, പെരുമാറ്റത്തിലൂടെ അതിജയിക്കാൻ ശ്രമിക്കുന്നവർ വതൂബാ ലിൽ ഗുറബാ, വതൂബാ ലിൽ ഗുറബാ, അവർക്കാണ് മംഗളം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഇസ്ലാമിന്റെ ഒരു അപരിചിത്വം ആദ്യം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തിന്? നമുക്ക് ടെൻഷൻ ആവാതിരിക്കാൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടായ ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ആ അവസ്ഥകളിലേക്ക് അല്ലാഹു റസൂലുള്ളാഹിയെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. പഴയ കാലത്ത് ഒരു കുട്ടി സ്കൂളിൽ നിന്ന് പരാജയപ്പെട്ടാൽ എന്തുണ്ടാവുക? എങ്ങനെ ആ കുട്ടിയെ എന്ത് ചെയ്യും? വിമർശിക്കുകയാണ്. ഇപ്പോ രക്ഷിതാക്കന്മാരും ടീച്ചേഴ്സും നാട്ടുകാരൊക്കെ എന്താ പറയാ? സാരില്ല, തോൽവി ജയത്തിന്റെ മുന്നോടിയല്ലേ എന്ന് പറയാ അല്ലേ? കടലിലേക്ക് കല്ലെറിഞ്ഞാൽ ആ കല്ല് താഴ്ന്നാഴ്ന്നു പോയാലും ആ കല്ല് എവിടെയെങ്കിലും ഉണ്ടാകും എന്നൊക്കെയാണ് പറയുക. അപ്പോ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു കുട്ടികളെ, ഭാര്യയെ, ഭർത്താവിനെ, ഉപ്പയെ, ഉമ്മയെ ഒക്കെ. ആ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് രോഗിയെ സന്ദർശിക്കുമ്പോൾ ഒരു മര്യാദ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കുറേ മര്യാദയുണ്ട്. അത് എന്റെ പറഞ്ഞ വിഷയം വിട്ടുപോകും. കുറേ മര്യാദ, അതിൽ 1-2 മാത്രം പറയാം. ഒന്ന് എന്താ? രോഗിയുടെ അടുക്കൽ പോയിട്ട് ഏറ്റവും ചുരുങ്ങി എന്ത് പറയണം? ലാ ബഅ്സഹു ഇൻഷാ അല്ലാഹ്, സാരല്ല ശരിയാവും, സാരല്ല ശരിയാവും. അതൊരു മോട്ടിവേഷനാണ് അല്ലേ? രോഗി അടുക്കൽ പോയിട്ട് അത് പറയാന്നാണ്. അപ്പൊ ഇതുപോലെ റസൂലുള്ളാഹിയെ അല്ലാഹ് ഒരുപാട് നേരങ്ങളിൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അതിന്റെ ഭാഗമാണ് വദ്ദുഹാ വല്ലൈലി ഇറങ്ങിയത്, സൂറത്തുൽ ദുഹാ. അതിന്റെ ഭാഗമാണ് അലം നശ്റഹ് ലക സദ്റക ഇറങ്ങിയത്. ഈ സൂറത്തുകളൊക്കെ ഇറങ്ങിയതിന്റെ ഭാഗമാണ്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫ. ആ ആയത്ത് എന്താ രസം വായിക്കാൻ? നിങ്ങളതിന്റെ അർത്ഥം അറിയാത്തവർക്ക് വായിച്ചു നോക്കണം കേട്ടോ. എന്താ രസം അറിയോ? ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫ. അവര് വിശ്വസിക്കാതിരിക്കുമ്പോ എനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവുന്നുണ്ട് അല്ലേ? സാരില്ല, സാരില്ല. എന്തൊരു രസം. അത് മലയാളം ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടല്ലോ, കുറച്ച് നേരം ആലോചിച്ച് നോക്കണം. ആയത്ത് ഒന്ന് വായിക്കുക.
എന്നിട്ട് മലയാളം ഒന്ന് വായിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കുക. ആ പ്രയോഗം അല്ല റസൂലുള്ളാഹിയോട് പറയാൻ. മുശ്രിക്കുകൾ കല്ലെറിയുന്നു, കുക്കി വിളിക്കുന്നു, കളിയാക്കുന്നു, അവഹേളിക്കുന്നു, അവഗണിക്കുന്നു. അതിനേക്കാൾ വിശ്വസിക്കുന്നില്ല എന്നതിനേക്കാൾ ഉപരി വിശ്വസിക്കുന്നവരെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. സാരല്ലാം എന്താ രക്ഷാപ്രയോഗം അല്ലേ? അപ്പൊ അങ്ങനെ അല്ല റസൂലുള്ളാഹിയെ ബഹുമാനിക്കുന്ന ഒരുപാട് ഘട്ടങ്ങൾ. എന്നിട്ട് ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഇസ്രാ മിഅ്റാജ് നടത്തിയത്. അതും ഒരു ബഹുമാനമായിരുന്നു. ആ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ള പദവികൾ കൊടുത്തത്. അതിൽ 1-2 കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞു. അതിൽപ്പെട്ടതാണെന്ത്? ഒന്ന് ഷാഫിആണ്, മുശഫ്ഫാണ്, വിശദീകരിക്കപ്പെട്ടു. ആദ്യം സ്വർഗത്തിൽ പോകുന്നയാൾ, സിറാത്ത് പാലം കടക്കുന്നയാൾ, അതേപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നയാൾ, അതേപോലെ ഉയർത്തെഴുന്നേൽപ്പിൽ ആദ്യം ഉണ്ടാവുക, അതേപോലെ എല്ലാ അമ്പിയാക്കന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നു വരുന്നതാണ്. പിന്നെ നമുക്കെന്താ ഇവിടെ പിന്തുടരാൻ പ്രയാസം? ഇത്തിബാഅ്, നബിയെ പിൻപറ്റുക എന്നുള്ളൊരു ഘടകമാണ്. പിൻപറ്റുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? ഒരുപാട് സഹാബികളുടെ ചരിത്രമുണ്ട്. മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്ന ഒരു സഹാബിയുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ റസൂലുള്ളാഹി എങ്ങനെയാ പോയത് അതുപോലെയാണ്. ഒരു സംഗതി പറയുന്നുണ്ട്, അദ്ദേഹം ഒരിക്കൽ പോകുമ്പോൾ ഒരു വഴിയിൽ ഇങ്ങനെ വീഴാൻ ശ്രമിക്കുന്നതാണ്. അപ്പോ സഹാബികൾ ചോദിക്കാണ്, നിങ്ങളെന്താ അവിടുത്തെ എപ്പോഴും വീഴാൻ ശ്രമിക്കുന്നത്? അത് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ അവിടുന്ന് എന്ത് ചെയ്തിരുന്നു, ഇങ്ങനെ വഴുതി വീഴാൻ പോയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ നബിയെ ഫോളോ ചെയ്യാം അല്ലേ? അങ്ങനെ ഫോളോ ചെയ്യാം. ആ ഒരു മാനസികമായ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് നമുക്കുണ്ടോ എന്ന് എനിക്കുണ്ടോ ഞാൻ എന്നോട് ചോദിക്കാം, നിങ്ങൾക്കുണ്ടോ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ മതി. നമ്മൾ ആരാനോട് ചോദിക്കാൻ നിൽക്കണ്ട അല്ലേ? ആ ഒരു റസൂലുള്ളാഹി ഇത്തിബാഅ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയോ? ഓരോ മേഖല എടുത്തു നോക്കിയാൽ അത് പറയാൻ കഴിയണം അല്ലേ? അപ്പൊ റസൂലുള്ളാഹിയെ അമ്പിയാക്കന്മാർ ഖിയാമത്ത് നാളിൽ ഇത്തിബാഅ് ചെയ്തിട്ട് വരും. റസൂലുള്ളാഹി മുന്നിൽ ലീഡറായിട്ടുണ്ടാവും. റസൂലുള്ളാഹിയാണ് അവിടെയും നേതാവ്. ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അവസാനത്തെ റസൂൽ അല്ലേ? അവസാനത്തെ നബി, ഖാതമുൻ നബി അല്ലേ? എന്നിട്ട് ആദം നബി മുതൽ എല്ലാ നബിമാരും ഖിയാമത്ത് നാളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെയായിട്ടാണ് അവരൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഖതീബായിരിക്കും അവരുടെ, റസൂലുള്ളാഹി അവരുടെ ഇമാമായിരിക്കും, റസൂലുള്ളാഹി അവരുടെ നേതാവായിരിക്കും, റസൂലുള്ളാഹിയാണ് അവിടെ ശഫാഅത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ, റസൂലുള്ളാഹിയാണ് ഓരോരുത്തർക്കും ശഫാഅത്ത് ഏറ്റെടുക്കുന്നയാൾ, റസൂലുള്ളാഹിക്കാണ് അല്ലാഹു അതിന്റെ അംഗീകാരവും പദവിയും അർഹതയും പരിഗണനയും കൊടുത്തത്. ആ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ശഫിഅനി ഫിയ്യ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇബ്നു മസ്ഊദ് ഇങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ, അല്ലാഹുവേ എനിക്ക് ശഫാഅത്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. അതിന് ചില ഭാഗങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതാണ്. അതേപോലെ തന്നെ നാം ഓതി വെച്ചത് കൗസറാണ്. സൂറത്തുൽ കൗസറും അല്ലാഹു ബഹുമാനിച്ചതിന്റെ ഒരു ഭാഗമാണ്. അൽ കൗസർ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കൗസർ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശദീകരിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു പദമാണെന്നാണ്. റസൂലുള്ളാഹി ഒരു തവണ രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ ഈ ഒരായത്ത് മാത്രം ഓതിയിട്ട് നിസ്കരിച്ചിരുന്നു. റക്അത്തിൽ ഒരായത്ത് മാത്രം ഓതി. സഹാബികളോട് പറഞ്ഞു, ആ ആയത്ത് അത്രയും വിശാലമാണ്, എനിക്ക് ഇന്നൊക്കെ തിരിഞ്ഞോ? നമുക്ക് തിരിഞ്ഞിട്ടൊന്നുമില്ല അല്ലെ? നമുക്ക് ഇന്നാക്കലൊക്കെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാ എന്ന് വെച്ചാൽ ഉത്തരം പറയാൻ പറ്റും നമുക്ക്. അതല്ലാതെ ഇന്ന അഴ്ത്തോയിനാക്കൽ കൗസർ എന്നുള്ളതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണ ആ ഒരൊറ്റ കൗസർ, അൽ കൗസർ എന്ന പദം വിശദീകരിച്ചാൽ തീർക്കാൻ പറ്റൂല. അത്രമാത്രം വജീസാണ് പദം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആലങ്കാരികമാണ് ആ പദം, അത്രമാത്രം അർത്ഥസമ്പുഷ്ടമാണ് ആ പദം. എന്നിട്ട് അദ്ദേഹം ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം പറഞ്ഞു, ഹുവൽ ഖൈർ അല്ലദീ അഅതാഹു അല്ലാഹു ഇയ്യാഹു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ്. ഹുവ, അത് അൽ ഖൈറു അല്ലദീ അഅതാഹു അല്ലാഹു ഇയ്യാഹു. അല്ലാഹ് നബിക്ക് മാത്രം കൊടുത്ത ഒരുപാട് നന്മകൾ, വേറെ വിശദീകരണം കൊടുക്കാൻ പറ്റൂല.
അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം പറഞ്ഞാൽ തീരൂല. ഇതിന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞാണ്, നബിക്ക് മാത്രം അല്ലാഹു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ്. പിന്നെ ഹദീസുകളും തഫ്സീറുകളും ഹൗദുൽ കൗസറാണ് വിശദീകരിച്ചു. അത് നിങ്ങൾക്കും വിശദീകരിക്കേണ്ടതിൽ നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ അൽ കൗസർ റസൂലുള്ളാഹിക്ക് കൊടുത്തു, ഒരുപാട് അനുഗ്രഹം റസൂലുള്ളാഹിക്ക് കൊടുത്തു, എണ്ണാൻ പറ്റൂല. നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളും എണ്ണുവാൻ പറ്റൂല. അതിൽ ഹൗദുൽ കൗസറിനെ കുറിച്ച് ഹദീസുകൾ ഞാൻ പറയുന്നൊന്നുമില്ല. ഒരിക്കലും ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് വരികയാണ്. ഉറങ്ങി എഴുന്നേറ്റവരും ഇങ്ങനെ ചിരിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഹദീസിലുണ്ടല്ലോ. ഒരിക്കൽ ചിരിച്ചു. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കും, എന്തെങ്കിലും ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി കാരണം പറഞ്ഞു. അങ്ങനെ ഹൗദുൽ കൗസറിന്റെ ഭംഗി വിശദീകരിച്ചു. എന്താണ്? നല്ല അല്ലേ, അതിന്റെ ആ ഭംഗി വിശദീകരിച്ചു. അതിന്റെ പാത്രം നക്ഷത്രങ്ങളെ സമാനമായ അത്രയും പാത്രങ്ങൾ അവിടെ ഉണ്ടാവും. ഒരുപാട് പാത്രം ഉണ്ടാവും. ഭംഗിയോ അതിനേക്കാളാണ്, അതിന്റെ രുചിയോ തേനിനേക്കാൾ ടേസ്റ്റ് ആണ്. അതിന് നിറമോ അശദ്ദു ബയാൻ, എന്തിനേക്കാൾ മിനൽ ലബൻ, പാലിനേക്കാൾ നല്ല വെളുപ്പാണ്. അതേപോലെ അതിന്റെ അതേപോലെ സുഗന്ധം കസ്തൂരിയേക്കാൾ നല്ല മണമാണ്. അപ്പൊ അതിന്റെ രുചിയും അതിന്റെ നിറവും അതിന്റെ ടേസ്റ്റും അതിന്റെ മണവും ഒക്കെ വിശദീകരിച്ചു. ഏകദേശം ഒരു പേജ് വരുന്ന ഹദീസാണ് അതിന് പൂർണ്ണമായ രൂപം. അപ്പൊ അങ്ങനെ എന്താണ് ഹൗദുൽ കൗസർ എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. അതൊരു അനുഗ്രഹമാണ്. അതേപോലെ അള്ളാഹു കൊടുത്ത മറ്റൊരു അനുഗ്രഹമാണ് സൂറത്തിൽ പഠിപ്പിച്ച വിഷയം. ചുരുക്കി പറയാം അല്ലെ, അള്ളാഹു റസൂലിനോട് പറയും, അലം നശ്റഹ്, നിങ്ങൾക്ക് വിശാലമാക്കി തന്നില്ലേ എന്നാണ്. നിങ്ങളുടെ സ്വദറിനെ, ഹൃദയത്തെ. അത് വലിയൊരു ഘടകമാണ് അല്ലെ. ചില ആൾക്കാർ പെട്ടെന്ന് ചൂടാകുന്ന ആൾക്കാരുണ്ട്, ദേഷ്യം പിടിക്കുന്നത്. കോപം ഓരോ ചുണ്ടി മൂക്കത്താണ് നമ്മൾ പറയും അല്ലേ. കോപം പെട്ടെന്ന് വരുന്നവരുണ്ടാവും, സ്വഭാവമാണ്. അറിഞ്ഞോണ്ടായിരിക്കൂല, പിന്നെ അവർക്ക് വല്ലാതെ വിഷമമുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായി ചെയ്യാം. പിന്നെ വല്ലാതെ വിഷമിക്കും, പറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കും. ഇവിടെ പുതിയ പറയുന്നത്, കടലിലേക്ക് കല്ലെറിഞ്ഞാൽ കല്ല് താഴോട്ടങ്ങ് പോവും, ആ കല്ല് നമുക്ക് കിട്ടൂല. അതുപോലെയാണ് വാവിട്ട വാക്ക് എന്നാണ് അല്ലേ. അപ്പൊ ദേഷ്യം പിടിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റൂല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ സ്വഭാവമുള്ളവർ, അവർക്ക് വേണ്ടി അങ്ങനെയുള്ളവർ സഹാബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ റസൂലുള്ളാഹിയോട് പറഞ്ഞതെന്താ അറിയോ? നബിയെ, എന്റെ കോപം അടങ്ങിക്കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പെട്ടെന്ന് എടുത്തുചാട്ടം, കോപമുണ്ടാവുക, ധൃതി, അത് പൈശാചികതയാണ്. അതുകൊണ്ട് അള്ളാഹു അത്തരം ദുസ്വഭാവത്തെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അലം നശ്റഹ്, മനസ്സിന് വിശാലതയുള്ളവർക്ക് കുടുത്തുണ്ടാവൂല, അവർക്ക് സഹിഷ്ണുത ഉണ്ടാവില്ല, അവർക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കൂല, അവർക്ക് എടുത്തിയാട്ടുണ്ടാവില്ല. അവർ ആലോചിക്കും. നമ്മള് സൂറത്തുൽ കഹ്ഫിലെ പ്രാർത്ഥനയുണ്ടല്ലോ, എന്താ? ആതിന മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിന റശദ വഹയ്യി ലനാ. ആ ഗുഹയിൽ കുടുങ്ങിയവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. വഹയ്യി, പ്രിപ്പയർ ചെയ്യാന്നാണ് ഒരർത്ഥം. തയ്യാറാക്കുക, സ്വരൂപിക്കുക എന്നൊക്കെ പറയും അതിന്. ഹയ്യ്, മറ്റൊന്ന് എനിക്ക് കാലേ കൂട്ടി തയ്യാറാക്കി തരിക എന്നും പറയാം. വഹയ്യി ലനാ മിൻ അംരിന, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നീ തയ്യാറാക്കി തരണേ. റശദൻ, വിവേകം. ആരാ പറഞ്ഞത്? ഗുഹാവാസികളാണ്. ഗുഹയിലാണ്, പുറത്തിറങ്ങും, ആൾക്കാരെ കാണും, എന്തും സംഭവിക്കാം. ഇങ്ങോട്ടും എന്ത് സംഭവിക്കാം, തിരിച്ചങ്ങോട്ടും എന്ത് പാളിപ്പോവാനോ, അവിവേകം വരാനോ, ചൂടാവാനോ, ദേഷ്യം പിടിക്കാനോ, എന്തെങ്കിലും പറഞ്ഞു പോവാനോ, നാവിന്റെ പിടുത്തം വിട്ടു പോവാനോ, അല്ലെ, എന്തു സംഭവിക്കാനോ. അപ്പൊ പക്ഷേ ആ വിവേകം സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ്, 10-11 ആയത്തുകളിൽ അതൊന്നാണ്. ആ വിവേകം വരണമെങ്കിൽ എന്ത് വേണം? എല്ലാവർക്കും അത് കിട്ടൂല. നിന്റെ റഹ്മത്ത് കിട്ടണം. അള്ളാന്റെ റഹ്മത്തുള്ളവർക്ക് മാത്രമേ വിവേകം ഉണ്ടാവുള്ളൂ. അള്ളാന്റെ റഹ്മത്തുള്ളവർക്ക് മാത്രമേ വിശാലത ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ റഹ്മത്തുള്ളവർക്ക് മാത്രമേ മറ്റവനെ കണ്ടൊന്ന് ചിരിക്കാൻ, സഹിഷ്ണുത കാണിക്കാൻ, നല്ല രൂപത്തിൽ പെരുമാറാൻ, സലാം പറയാൻ, നല്ല രൂപത്തിൽ ഇരിക്കാൻ, നേരത്തെ പള്ളിയിൽ വരാൻ, അള്ളാഹുവിനെ ആരാധന ചെയ്യാൻ, ഇതൊക്കെ എന്ത് വേണം? അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവണം. അപ്പൊ റസൂലുള്ളാഹിക്ക് അള്ളാഹു കാരെ കൂട്ടി കൊടുക്കുകയാണ്. അലം നശ്റഹ് ലക സദ്റക്,
നമ്മൾക്ക് പ്രാർത്ഥിക്കണം കിട്ടണമെങ്കിൽ, അള്ളാഹ് ഔദാര്യമാണ് കിട്ടണമെങ്കിൽ. ഇത് അള്ളാഹു റസൂലുള്ളാഹിക്ക് ആദ്യം കൊടുത്തു. അലം നശ്റഹ് ലക സദ്റക വവളഅന അൻക വിസ്റക. അല്ലേ, ഭാരങ്ങളൊക്കെ റസൂലുള്ളാഹി വെട്ടിക്കൊടുത്തു എന്ന് പറയാണ്. എന്താണ് അവിടെ ഭാരം? റസൂലുള്ളാഹിക്ക് കഷ്ടപ്പാടുണ്ടായിട്ടില്ലേ? പ്രശ്നങ്ങളില്ലേ? ഉമ്മ എപ്പോഴാ മരിച്ചത്? ഉപ്പ എപ്പോഴാ മരിച്ചത്? ഉപ്പാപ്പ എപ്പോഴാ മരിച്ചത്? വീട്ടിൽ ആരൊക്കെയാ ഉണ്ടായത്? കുടുംബങ്ങൾ എപ്പോഴാ ഉണ്ടായത്? കുടുംബക്കാരുണ്ടായിട്ടുണ്ടോ? റസൂൽ എപ്പോഴാ വിവാഹം കഴിച്ചത്? ആ ഭാര്യ എപ്പോഴാ മരിച്ചത്? അതിൽ ആരാ സഹായിച്ചത്? നുബുവത്ത് എത്രാമത്തെ വയസ്സിലാ കിട്ടിയത്? ആ നുബുവത്ത് കിട്ടിയപ്പോ എന്താ അനുഭവം ഉണ്ടായത്? അതിൽ 50 വയസ്സായപ്പോ സഹായിച്ച അബൂ ത്വാലിബും ഖദീജയും ഒന്നിച്ച് മരിച്ചു. അപ്പോഴെന്താ സംഭവിച്ചത്? അല്ലെ, ഇങ്ങനെ റസൂലുള്ളാഹിയുടെ ആ ചെറിയ പ്രായം മുതൽ റസൂലുള്ളാഹിയുടെ 53 വയസ്സ് വരെയുള്ള ചരിത്രം, അതാണ് ഏറ്റവും കൂടുതൽ പീഡനം. 40-53 മക്കായി ജീവിത കാലഘട്ടം അല്ലെ. ആ പീഡന കാലഘട്ടം വരെ ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ചു നോക്കിയിട്ട് നമ്മള്. എന്നിട്ട് അല്ലാഹ് പറയാണ് നിന്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചു. എന്തുണ്ടായിട്ടും റസൂലുള്ളാഹി ഡൗൺ ആയിട്ടില്ല. നമ്മൾ ചില ആൾക്കാർ പറയല്ലേ, ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി പോകും അല്ലെ, ഡൗൺ ആയി പോകും എന്ന് പറയാറുണ്ട് അല്ലെ. ടെൻഷൻ വന്നാൽ, ഒരാൾ എതിർത്ത് ശകാരിച്ചാൽ, ഒരാൾ എന്നെ വിമർശിച്ചാൽ, സാമ്പത്തികമായ നഷ്ടം വന്നാൽ, കടങ്ങൾ വന്നാൽ, കച്ചവടം പൊളിഞ്ഞാൽ ഡൗൺ ആയി പോകും. രോഗം വന്നാൽ, മരണം കേട്ടാൽ, ചിലർക്ക് രക്തം കണ്ടാൽ തലറങ്ങിപ്പോവും അല്ലേ. ഒന്ന് ആലോചിക്കട്ടെ. പിന്നെ അതിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു അല്ലാഹു ദിക്റിനെ ഉയർത്തിയെന്നാണ്. റസൂലുള്ളാഹിക്ക് കൊടുത്ത ഏറ്റവും വലിയ ഖ്യാതിയാണ് അല്ലേ. ബാങ്കില്, ഇഖാമത്തില്, തശഹ്ഹുദില്, മിമ്പറിൽ റസൂലുള്ളാഹിന്റെ പേര് പറയുന്നു. ചെറിയ പെരുന്നാളിൽ, ബലി പെരുന്നാളിൽ, അയ്യാമു തശ്രീഖ് ദിനങ്ങളിൽ ഒക്കെ റസൂലുള്ളാഹിന്റെ പേര് പറയുന്നു. അറഫാ ദിനം, കല്ലെറി നേരം, സഫാ മർവക്കടയിൽ, നിക്കാഹിന്റെ ഖുതുബയിൽ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ ലോകമെമ്പാടും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെ, അങ്ങനെ റസൂലുള്ളാഹിയുടെ സ്മരണ അതും അള്ളാഹു കൊടുത്ത അനുഗ്രഹമായിട്ട് എണ്ണുകയാണ്. പിന്നെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി അള്ളാഹു കൊടുത്ത അനുഗ്രഹമായി പറഞ്ഞത് ഔലാ ബിൽ മുഅ്മിനീന, റസൂലുള്ളാഹി എല്ലാവരോടും കൃപയുള്ളവരായിരുന്നു. വീട്ടിൽ ഒരാൾ വന്നു, ഭക്ഷണം ചോദിച്ചു, ആയിഷ ബീവിയോട് കൊടുക്കാൻ പറഞ്ഞു. ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയെ ആകെ 2 റൊട്ടിയല്ലുള്ളൂ, നമുക്കും കഴിക്കണമല്ലോ, നമുക്ക് നോമ്പല്ലേ. റസൂൽ പറയുന്നു, കൊടുക്കാൻ പറയുന്നു, അത് കൊടുക്കുന്നു. എന്നിട്ട് റസൂൽ ഈത്തപ്പഴം കാണിക്കുന്നു. ഈത്തപ്പഴം ഉണ്ടല്ലോ, നമുക്കത് മതി എന്ന് പറയുന്നു. ആ രംഗം ആലോചിച്ച് നോക്കിയട്ടെ, എനിക്കത് പറയാൻ എളുപ്പമാണ് അല്ലേ. നമുക്കത് ജീവിതത്തിൽ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോ ആ രൂപത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മാനസികമായ വിശാലത ഉണ്ടാകുമ്പോൾ സമൂഹത്തോട് വരുന്ന കടപ്പാടാണ്. നിസ്കാരം ചുരുക്കിയത് എപ്പോഴാ? റസൂലുള്ള സ്വന്തം കാലിൽ നീര് വന്നപ്പോ ആയിഷ ബീവി പറയുന്നു, എന്തിനാണ് കാലൊക്കെ വീക്കം വന്നിട്ടുണ്ട്, നീര് വന്നിട്ടുണ്ട്. ഒരു പ്രായാകുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ, നീക്കം വന്നിട്ട് കുറേ നേരം നിൽക്കാൻ കഴിയില്ല, നിങ്ങൾ ഇത്ര നേരം നിൽക്കണ്ടില്ല, അല്ലാഹ് നിങ്ങളെ എല്ലാ തെറ്റും പൂർത്തുന്നവനാണ് എന്ന് പറയുമ്പോ അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടേ എന്ന് ചോദിക്കുന്നു. അതേ റസൂലുള്ള എന്റെ വിഷയം അതല്ല കേട്ടോ. അതേ റസൂലുള്ള നിസ്കരിച്ചു കൊണ്ടിരിക്കെ പിന്നിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടപ്പോ നിസ്കാരം ചുരുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി അസ്മഉ ബിൽ ബുക്കാ, ഞാൻ ഒരു കരച്ചിൽ കേട്ടു, അതുകൊണ്ടാണ് ഞാൻ നിസ്കാരം ചുരുക്കിയത്. ആ ഉമ്മാക്ക് വിഷമം ഉണ്ടാവുമല്ലോ, പ്രയോഗം നോക്കിയട്ടെ അല്ലേ. അവനവന്റെ വിഷയത്തിൽ കാണിച്ച ആ ഒരു ധീരത, അവനവന്റെ വിഷയത്തിൽ കാണിച്ച ആ ഒരു താല്പര്യം, അപരന്റെ വിഷയം എത്തിയപ്പോഴേക്കും അത് ലാളിത്യമായി മാറി അല്ലേ. നമുക്കാവോ? നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, വേറെ പ്രയാസമൊന്നുമില്ല. ഒരു ആവശ്യക്കാരൻ സീറ്റ് കിട്ടാതെ നിൽക്കുമ്പോൾ ബസ്സിലോ ബസ് സ്റ്റോപ്പിലോ ഷെൽട്ടറിലോ റോഡിലോ എവിടെയോ ആവട്ടെ, എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ?
അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം അലം നശ്റഹ് ലക സദ്റക. അവിടെയാണ് മൂസ നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ച പ്രാർത്ഥന. നമ്മളിത് 2 തവണ മിമ്പറിൽ ആവർത്തിച്ച മുമ്പൊരിക്കൽ അല്ലേ, റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി. നമുക്കത് പ്രാർത്ഥിക്കാൻ കഴിയാറുണ്ടോ എന്നുള്ളതാണ്. മനസ്സിന്റെ വിശാലത വലിയൊരു വിഷയമാണ്. മനസ്സിന്റെ വിശാലത ഇല്ലാത്തത് കൊണ്ടാണ് കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിന്റെ വിശാലത ഇല്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യകൾ പെരുകുന്നത്. മനസ്സിന്റെ വിശാലത ഇല്ലാത്തത് കൊണ്ടാണ് ലഹരികൾ വ്യാപകമാവുന്നത്. മനസ്സിന്റെ വിശാലത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ടെൻഷനായി ജീവിക്കേണ്ടി വരുന്നത്. കടൽ ഉണ്ടാവും, തിരമാലയില്ലാത്ത കടൽ ഈ ഭൂമിലോകത്ത് ഉണ്ടാവില്ല. അതുപോലെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നങ്ങൾ ചെറുതെങ്ങനെ തലോടിക്കൊണ്ടേയിരിക്കുമ്പോ നാം മാനസികമായി തളർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ മനസ്സിന് ഇതൊന്നും ഉൾക്കൊള്ളുവാനുള്ള ശേഷിയില്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂല് വിശന്ന് നിൽക്കുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈത്തപ്പഴം കൊടുത്തു, മുന്തിരി കൊടുത്തു. അത് വായിട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, അബൂ അയ്യൂബിനോന്റെ മുഖത്ത് നോക്കി പാരായണം ചെയ്ത് ആയത്തായിരുന്നു. എന്തായത്ത്? ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹ് ചോദിക്കുമെന്നാണ്. ഏതനുഗ്രഹം? വിശന്ന് വലഞ്ഞു വയറൊട്ടി ദാഹിച്ചു പരവശനായി നിൽക്കുന്ന ഈ നേരത്ത് ഞാൻ കഴിച്ച ഈ ഈത്തപ്പഴമുണ്ടല്ലോ, ഇത് കഴിക്കുക എന്നുള്ളത് ഭക്ഷണം കിട്ടി എന്നുള്ള അനുഗ്രഹത്തെക്കാൾ ഉപരി ഈ കഴിക്കുക, ദഹിക്കുക എന്നുള്ള പ്രോസസ്സിങ് നടക്കുന്നുണ്ടല്ലോ. ഈ പ്രോസസ്സിങ് എന്നുള്ള അനുഗ്രഹം നൽകിയ റബ്ബ് ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. സഹോദരന്മാരെ, നിങ്ങളൊക്കെ ഇപ്പൊ ഉമിനീരിറക്കുന്നുണ്ട് അല്ലേ? ഉമിനീരിറക്കുന്നുണ്ട് നമ്മളൊക്കെ. ഈ ഉമിനീരിറക്കുക എന്നുള്ള വലിയൊരു പ്രോസസ്സിങ് നടക്കുമ്പോൾ റസൂൽ പറഞ്ഞ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൽ പോയിട്ട് ഈത്തപ്പഴം കഴിച്ചപ്പോ റസൂൽ പറഞ്ഞ പ്രയോഗം അല്ലെ, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതും പറയാറെന്താണ്? റസൂൽ ഈത്തപ്പഴം കഴിഞ്ഞപ്പോ കണ്ട ഭക്ഷണത്തിന് നന്ദി പറഞ്ഞോ എന്ന് ചോദിച്ചെന്നാണ്. അതിന്റെ ആഴങ്ങളിലേക്കൊന്ന് പോകണം നമ്മൾ. ആ ഈത്തപ്പഴത്തിന് മാത്രമല്ല നന്ദി പറയേണ്ടത്. ഇതെന്റെ കണ്ടെത്തലൊന്നല്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യും അഖീദയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചാണ്. അതൊക്കെയാണ്. രണ്ടാമത് ചോദിക്കുക കർമ്മമാണ്, ഫിഖ്ഹാണ്, അത് നിസ്കാരത്തെ കുറിച്ചാണ്. മൂന്നാമത് ചോദിക്കുക നിഅമത്തിനെ കുറിച്ചാണ്, അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ എന്താ ചോദ്യം? ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോന്നല്ല, വെള്ളം കുടിച്ചോന്നല്ല. എന്താ ചോദിക്കാന്നറിയോ? നിങ്ങളുടെ ഈ ഞരമ്പിനെ നനക്കുവാനുള്ള ആരോഗ്യം നിങ്ങൾക്ക് തന്നില്ല എന്നാണ്. എങ്ങനെയാ നനച്ച? ഉമിനീരിറങ്ങിയാലും ഞരമ്പുകൾ നനയും അല്ലേ? ഇപ്പോൾ 12:30 മണിക്ക് നമ്മൾ ഈ പള്ളിയിലെത്തിയല്ലോ. ഇപ്പോൾ 1:20 നമ്മൾ വെള്ളം കുടിച്ചോ? ഈ 3/4 മണിക്കൂറില്ല. പക്ഷെ തൊണ്ടക്ക് നനവില്ലേ? എങ്ങനെയാ? ഉമിനീരാണ്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് തൊണ്ട പറ്റും. ഡോക്ടർമാർ ചില നിർദ്ദേശങ്ങൾ കൊടുക്കും. ചിലർ പറയും മിഠായി ഇങ്ങനെ വായിട്ടായി എന്ന് പറയും അല്ലേ? ഇപ്പോൾ ഉമിനീരാണ്. അതിങ്ങനെ ഉൽപാദനം നടക്കുന്നു. അതാണ് റസൂൽ പറഞ്ഞത്. നിഅമത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുക നിന്റെ ഈ തൊണ്ട എപ്പോഴും നനവുള്ളതാണല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കുന്ന. അപ്പോൾ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൽ ആ ഈത്തപ്പഴം കഴിച്ചപ്പോ റസൂലുള്ള പറഞ്ഞത് അത് തന്നെയാണ്. അതന്നെയാണ് റസൂൽ പറഞ്ഞത്. അബൂ അയ്യൂബ്, അല്ലാഹുവിന്റെ മുന്നിൽ ഈ നിഅമത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ നീയും ഞാനും എന്ത് പറയുമെന്നാണ്. എന്ത് പറയും? ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടി. അൽ കൗസർ റസൂലുള്ളാഹിക്ക് കിട്ടി. നമുക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഈ ഇരിക്കുക എന്നുള്ള പ്രക്രിയ നിങ്ങൾ ചെയ്യുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇതിന് എന്ത് നന്ദി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? ഇതുപോലെ പറയുവാൻ ആരോഗ്യവും ശേഷിയും എനിക്ക് കിട്ടിയത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഞാൻ എന്ത് നന്ദി റബ്ബിന് തിരിച്ചു ചെയ്തു? എങ്കിൽ ആലോചിക്കണം. ഒരു മനുഷ്യന്റെ താക്കോല് വീണ്ടെടുത്തു കൊടുത്താൽ, ഒരു മനുഷ്യനെ വഴിയിൽ നിന്ന് വാഹനത്തിൽ കയറ്റി വഴിയിലിറക്കിയാൽ അവൻ നന്ദി പറയാതെ പോയാൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്.
ആ പ്രയാസം എന്നോട് നിങ്ങളോട് കാണിച്ചാലോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ സഹോദരന്മാരെ. അപ്പോൾ ആ രൂപത്തിൽ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ وعلى من اتبع الهدى الى يوم الدين. ما بعد يا ايها الاخوان والاخوات اتقوا الله عباد الله ونوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടും അമലുകളെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് ഓരോരുത്തരെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും പരിപൂർണമായ ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ആരോഗ്യം നിലനിർത്താൻ പ്രാർത്ഥിക്കണം, ഈമാൻ നിലനിർത്താൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അതോടൊപ്പം തന്നെ റസൂലുള്ളാഹിയെ പിൻപറ്റി ജീവിക്കുക ശ്രദ്ധയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ 5 ആഴ്ചയായി ഈ വിഷയത്തിൽ തുടർച്ചയായി കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് പറയേണ്ടതാണ്. റസൂലുള്ളാഹിയെക്കുറിച്ച് പഠിക്കേണ്ടത് നമ്മുടെ നിർബന്ധ ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കാത്തവർ ആരാകുകയില്ല, മുസ്ലിം ആകുകയില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ ആ റസൂലുള്ളാഹിയെ ഓർത്ത് റസൂലുള്ളാഹിയുടെ ചരിത്രം വായനയിലൂടെ നാം മുന്നോട്ടേക്ക് പോകണമെന്ന് ഒന്നുകൂടി വീണ്ടും വീണ്ടും നമ്മെ ഓരോരുത്തരും ഓർമ്മിക്കുകയാണ്. ആ രൂപത്തിലുള്ള നല്ല ഒരു ജീവനുള്ള നമുക്ക് നൽകുമാറാവട്ടെ. ദഅവത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തത്തോടും ഒക്കെ നിർദ്ദേശവും ഉപദേശവും കൊടുക്കുന്ന നല്ലൊരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുക നമ്മൾ ശ്രമിക്കാൻ സമർപ്പിക്കാൻ നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ എല്ലാവരും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾ അവരുടെ എല്ലാ തെറ്റുകളും അവർക്ക് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മുടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ ഉയരാൻ വസിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, നല്ല ബുദ്ധിയും നല്ല വിവേകവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ബുദ്ധിയും വിവേകവും ഉള്ളവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ മക്കൾ അവരുടെ പഠനത്തിൽ ഉയരുവാൻ ദീനിൽ ഉയരുവാനുള്ള തൗഫീഖ് അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുന്ന വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നമ്മുടെ മനസ്സിന് നീ വിശാലത നൽകണേ അല്ലാഹ്. നമ്മുടെ മനസ്സിന് നീ വിശാലത നൽകണേ അല്ലാഹ്. നമ്മുടെ മനസ്സിന് നീ വിശാലത നൽകണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവർക്ക് നീ ശിഫയും മനസ്സമാധാനവും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവർക്ക് നീ കടഭാരത്തിൽ നിന്ന് അവരെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളെ നീ അപമാനിക്കലേ അല്ലാഹ്. ഈ ലോകത്തും പരലോകത്തും ഞങ്ങളെ നീ അപമാനിക്കരുതേ അല്ലാഹ്. അല്ലാഹുവേ, മറ്റുള്ളവരിൽ അപമാനിതരാകുന്ന ഇടങ്ങാറിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മരണം വരെ ഇതിനേക്കാൾ നല്ല ആരോഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, മറ്റുള്ളവരുടെ സഹായമില്ല നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ മരണം വരെ നിർവഹിക്കാനുള്ള ഈമാനും ആരോഗ്യവും കരുത്തും മനക്കരുത്തും അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ ഓർക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരോട് മാത്രമായി നീ സംസാരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ സ്നേഹിക്കുന്നവരോട് മാത്രമായി നീ സംസാരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ, നിന്റെ ചിരി കാണുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹൗദുൽ കൗസർ അല്ലാഹുവേ ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. ഏറ്റവും നല്ല കൗസർ, ഏറ്റവും നല്ല വെള്ളം അല്ലാഹുവേ, അത് ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. നിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ
അള്ളാഹു ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أحينا على الكتاب والسنة وأمتنا على الإيمان والتوبة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من تبع الهدى إلى يوم الدين.